അമ്മയുടെ പെൺമക്കൾ അമ്മയുടെ പെൺമക്കൾ പ്രധാന സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ അമ്മയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അമ്മയുടെ പെൺമക്കൾ എന്നുള്ളത് മാറ്റി അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് കുക്കു പരമേശ്വരൻ ആദ്യം തന്നെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശ്വേതാ മേനോൻ ഇത് ചുമതലയേറ്റ ശേഷം വളരെ പോസിറ്റീവായൊരു തീരുമാനമെടുത്തത് ഈ കൈനീട്ടം, അതായത് അമ്മയുടെ അവശ്യ കലാകാരന്മാർ, സിനിമയിൽ അവസരമില്ലാത്ത വയസ്സായ ആളുകളൊക്കെ കൈനീട്ടം വാങ്ങുന്നുണ്ട്. 5000 രൂപയാണെന്ന് തോന്നുന്നു. അതും പിന്നെ കുറച്ച് മരുന്നിനോ ഇൻഷുറൻസ് കവറേജ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മുടങ്ങാതെ കൊണ്ടുപോകാൻ ആദ്യ പടിയായി അതാണ് ആദ്യ ലക്ഷ്യം. അത് ഇപ്പോഴും മുടങ്ങിയിട്ടില്ല. അഡ്വോ കമ്മിറ്റി വന്നപ്പോഴും എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. അമ്മയിലെ ഈ അവശ്യ കലാകാരന്മാരായിട്ടുള്ള അംഗങ്ങളെല്ലാം ആകെ പേടിച്ചിരുന്നത് ഇത് സംഘടനയിൽ പ്രശ്നം വന്ന് ഇത് മുടങ്ങുമോ, കാരണം അതുകൊണ്ടാണ് ഇവർ മരുന്ന് കഴിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള കുറേയേറെ കലാകാരന്മാരുണ്ട്. സിനിമയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ ഈ വലിയ താരങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അന്നുള്ള അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ലൈറ്റ് ബോയ്സും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരു ദിവസം 1000 രൂപ ഭക്ഷണം ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ 30-40 ദിവസം കഴിയുമ്പോൾ ഒരു സിനിമ കഴിയും, പിന്നെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഒരുപാട് പേർ ഇതുവഴി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അൻസിബയും പോലുള്ള ടീമുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം ലഭിക്കും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. WCC പോലുള്ള സംഘടനകൾ രൂപീകരിക്കേണ്ടി വന്നതുപോലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ്. അപ്പോൾ WCC പക്ഷേ എങ്ങുമല്ലാതെ പോയ ഒരവസ്ഥയിലാണ് പോയത്. അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ അതിൽ രൂപീകരിച്ചവർക്കൊക്കെ പിന്നെ സിനിമ പോലും കിട്ടാതെ അലയുന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. പക്ഷേ ഈ ശ്വേതാ മേനോനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ വന്ന അഡ്വക്കേറ്റ് TP മിനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരൊക്കെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നവരല്ല എന്ന രീതിയിലൊരു സംസാരം വന്നിരുന്നു. അവരുടെ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇത് വന്നു. ആ നടനൊപ്പമാണ് എല്ലാവരും നിന്നത്. ഈ ഭാരവാഹിത്വത്തിലുള്ളവരൊക്കെ അങ്ങനെയാണ്, നടനൊപ്പമാണ് നിന്നത്. നമുക്കറിയാം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് IFFK വേദിയിൽ ഈ അതിജീവിതയാണ് അതിൽ അതിഥിയായി പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങൾ പോരാട്ടം, അതായത് സർക്കാരിൻ്റെ പോരാട്ടം ഇത്തരത്തിൽ അതിജീവിതയ്ക്ക് ഒപ്പമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നൊരു സർക്കാരാണ് എന്ന് കാണിക്കുന്ന വിധത്തിൽ ഈ അതിജീവിതയുടെ വേദിയിൽ വലിയ സ്വീകരണത്തോട് കയ്യടികളോടെയാണ് അന്ന് IFFK വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ രഞ്ജിത്ത് വന്നിട്ട് ദിലീപിനെ പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. അത്തരത്തിൽ ദിലീപ് ചലിപ്പിക്കുന്ന പാവകൾ എന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നു. നമ്മൾ പറയുന്നതല്ല, മറ്റ് പല മേഖലകളിൽ നിന്നും ഇങ്ങനെ നിയമവിദഗ്ധരടക്കം ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ നീതി ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിജയ് ബാബുവുമായി ബന്ധപ്പെട്ട കേസുകളിലും ഒക്കെ ഇവർ വിജയ് ബാബുവിനൊപ്പം നിന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അമ്മയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒഴിഞ്ഞു പോകുന്നു, മോഹൻലാലിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സിദ്ദീഖൊക്കെ ഇരുന്ന സമയത്ത് കുറേയേറെ പെൺപുലികൾ ഈ പറഞ്ഞ അവരെല്ലാം ചുറ്റിലും നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കാണുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമയിലാണെങ്കിലും ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന വിധത്തിലുള്ളൊരു ഭാരവാഹിത്വമായിരിക്കണം, എങ്കിൽ മാത്രമേ അതിൽ നീതിയുക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു വിൻസി അലോഷ്യസുമായിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോൾ ഷൈനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി, അച്ഛൻ്റെ മരണത്തിന് ശേഷം നല്ല ക്യാരക്ടറിലേക്ക് മാറി. പക്ഷേ അന്ന് ഷൈൻ തന്നെ പറയുന്നുണ്ട്, അന്ന് എൻ്റെ സ്വഭാവത്തിന് ഒരുപാട് ദൂഷ്യങ്ങളുണ്ടായിരുന്നു, അന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര വല്ലാത്ത ഇത് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയെ അന്ന് ഇതുപോലെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രം മാറുന്നിടത്തേക്ക് വരട്ടെ എന്നൊക്കെ ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അത് വിൻസി അന്ന് ഒറ്റയ്ക്ക് പ്രതികരിച്ചു. പിന്നീട് അന്ന് മാലാ പാർവതിയൊക്കെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ടാണ് പ്രസ്താവന ഉള്ളത്. ഷൈൻ ഒരു നല്ല പയ്യനാണ്, ഷൈൻ നന്നായിട്ട് വർക്ക് ചെയ്യും, ഡെഡിക്കേറ്റഡാണ്, ഒരു സീൻ ബൈ സീനായിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി വരെ നോക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഷൈനെ പുകഴ്ത്തിക്കൊണ്ടൊരു പ്രസ്താവനയായി രംഗത്ത് വന്നു. വിൻസി എല്ലാവരും ഒറ്റപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷേ ഷൈൻ പിന്നീട് നമുക്കെല്ലാം മാതൃകയാകുന്ന വിധത്തിൽ ഷൈൻ വിൻസിയെയും കൂടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരുമിച്ചിരുത്തി പരസ്യമായി മാപ്പ് പറഞ്ഞു. അതൊക്കെ ഒരു നല്ല സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം ഷൈനിന് ഒരുപാട് തിരിച്ചറിവുകളുണ്ടായി. ഈ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഷൈൻ താൻ ഇത്രയും കാലം മോശമായിരുന്നു എന്ന് ഇപ്പം നല്ല രീതിയിൽ അദ്ദേഹം പെരുമാറുന്നു. ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു, നമ്മൾ വളരെ മനോഹരമായിട്ട് അയാൾ സംസാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ പോലും ഈ പറഞ്ഞ
ഇത്തരത്തിൽ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നൊരു സമീപനമാണ് ഈ വനിതകളാണെങ്കിലും അത് അന്ന് കൈക്കൊണ്ടത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പം ശ്വേതാമേനോനെ സംബന്ധിച്ചിടത്തോളം ശ്വേതാമേനോനെ തകർക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും, അതായത് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ശ്വേതാമേനോൻ അഭിനയിച്ച നഗ്ന ദൃശ്യങ്ങൾ വെച്ചിട്ട് കേസ് കൊടുത്തു. അത് യഥാർത്ഥത്തിൽ സെൻസർ ചെയ്തിട്ട് അവർ അഭിനേതാക്കളല്ലേ, അവർക്ക് എന്തും അഭിനയിക്കാം, അവർ കഥാപാത്രം ആവശ്യപ്പെട്ടത് എന്തും അഭിനയിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിലാണ് അത്തരത്തിൽ എന്തെങ്കിലും കാണിച്ചെങ്കിൽ ഓക്കെ. ഇപ്പം നടിയെ ആക്രമിച്ച സംഭവം എന്ന് പറഞ്ഞാൽ അത് സിനിമയിലല്ല, പുറത്ത് സംഭവിച്ചതാണ്. അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ദേവൻ വന്നിട്ട് ഈ തോൽവിക്ക് ശേഷം ദേവൻ വന്ന് പറഞ്ഞത് വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണ്. അതായത് ഞാൻ തോറ്റു, പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വനിതകൾ, സ്ത്രീകൾ എന്ന് പറയുന്ന സംവരണത്തിലൂടെ വരേണ്ടവരല്ല, മത്സരിച്ച് ജയിച്ചു. അപ്പോൾ ശ്വേതയെ അഭിനന്ദിക്കുന്നു. ഒപ്പം പരാജയപ്പെട്ടതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല, വളരെ സന്തോഷമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ചാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവായ ചില പ്രവണതകൾ ഈ അമ്മയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നമ്മൾ കണ്ടതാണ്. സാന്ദ്ര തോമസ് വിജയബാബുവായിട്ട് ദീർഘകാലമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയതിൻ്റെ ഫലമായി അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. 3 സിനിമകളിൽ അടുപ്പിച്ച് 3 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ മത്സരിക്കാൻ പറ്റൂ എന്നുള്ളൊരു ബൈലോ ഉണ്ടായിരുന്നു. പക്ഷേ അവർ 2 സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം വിജയബാബുവായിട്ട് ചേർന്ന് ഫ്രൈഡേ ഫിലിംസ് എന്നുള്ള ജോയിൻറ്റ് കമ്പനിയായിരുന്നു. പക്ഷേ അതിൽ ആ ബൈലോ പ്രകാരം അവർ ഒച്ചപ്പാടുണ്ടാക്കിയെങ്കിലും ഭരണാധികാരി അത് അനുവദിച്ചില്ല. പിന്നീട് കോടതി പോയപ്പോഴും അത് തള്ളുകയായിരുന്നു. അപ്പോൾ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിലൊരു വശത്ത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളും, പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ സാന്ദ്ര തോമസിൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പക്ഷേ ശ്വേതാമേനോനും കുക്കു പരമേശ്വരനും അൻസിബയും ഒക്കെ അടങ്ങുന്ന ഈ ഒരു പുതിയ ടീമിന് കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ചോദിച്ചതുപോലെ ഒരുപാട് അവസരങ്ങൾ ഉള്ള ആൾക്കാരൊക്കെയാണ് ഭാരവാഹിത്വത്തിലേക്ക് എത്തിയത്. അപ്പോൾ ശ്വേതാമേനോനെ സംബന്ധിച്ച് ഇതിനൊക്കെ കൂടുതൽ സമയം പ്രവർത്തിക്കാൻ സമയം കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ അതിന് സമയം കണ്ടെത്തുമെന്നാണ്. പക്ഷേ കുക്കു പരമേശ്വരനെ സംബന്ധിച്ചിടത്തോളം അധികം സിനിമകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു നല്ല സംഘടനാ നേതൃപാഠമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായി അതിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ യുവതാരങ്ങളെല്ലാം തന്നെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. അവർ വോട്ടെടുപ്പിന് പോലും പങ്കെടുക്കാൻ വന്നില്ല എന്നുള്ളതാണ്. പിന്നെ മോഹൻലാൽ ഈ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ മകനെതിരായ പരാമർശങ്ങൾ, മറ്റു പല പരാമർശങ്ങളെ തുടർന്ന് മോഹൻലാൽ അല്പം അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. മമ്മൂട്ടിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള വിശ്രമവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഏതായാലും അമ്മയ്ക്ക് ഒരു പുതിയ ഭാരവാഹിത്വം ഉണ്ടായതിൽ എല്ലാവരും ഒരു സന്തോഷത്തിലാണ്. അത് ഏത് തരത്തിൽ പോകുമെന്ന് നമുക്ക് കാണേണ്ടി വരും അല്ലേ? എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഈ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ. ഇതുവരെ പുരുഷന്മാരുടെ ഒരു ആധിപത്യമായിരുന്നല്ലോ. അപ്പോ ഈ സ്ത്രീ ഇപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് മിൻചേട്ടാ, ഈ സ്ത്രീകൾ വന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സഹ നടിമാർക്ക് വരെ ഈ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ കാരവാൻ കൊടുക്കാത്ത പല നടിമാരും ഇതിനിടയിലുണ്ട്. അപ്പൊ നടിമാരോ നടന്മാരോ എന്നുള്ളതല്ല, ആ സംഘടനയിലുള്ള എല്ലാവരും ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സഹനടിമാരും ജീവിക്കാനാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്വേതാമേനോനൊക്കെ കുറച്ചുകൂടി മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, കാരണം സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും, ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാവരും ആ സിനിമയുമായി ബന്ധപ്പെട്ട് ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ആ സിനിമയിൽ നിന്നുള്ള വരുമാനമാണ് അവരുടെയും ജീവിതമാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേർതിരിവുകളില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മോഹൻലാലിൽ ഇരിക്കുന്ന കാരവാനിൽ പ്രൊഡക്ഷൻ പോയി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ശ്വേതാമേനോൻ ഇരിക്കുന്ന കാരവാൻ, നമ്മുടെ ആത്യന്തികമായ ഒരു ചെറിയ ഒന്ന് മൂത്രം കഴിക്കണം, ടോയ്ലറ്റിൽ പോകണം, അവശ്യ കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒന്നുള്ള ഒരു വേർതിരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാലും, പിന്നെ അവശ്യ കലാകാരന്മാരെ സഹായിക്കുന്ന രീതിയിലും, വീടില്ലാത്ത ഒരുപാട് നാൾ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവസാനം ഒന്നുമല്ലാതായി തീരുന്ന ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വീട് വെച്ച് നൽകുന്ന കാര്യത്തിലൊക്കെ സംഘടന കുറച്ചുകൂടി വളരട്ടെ. അത് സ്ത്രീകളുടെ കയ്യിലാകുമ്പോൾ കുറച്ചുകൂടി മറ്റ് സ്ത്രീകൾക്കും മറ്റ് സംഘടനയിലുള്ള സ്ത്രീകൾക്കും ഒക്കെ വലിയ പ്രചോദനമായി മാറട്ടെ.